നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും 6th സെം പരീക്ഷകൾ അവസാനിച്ചു. യൂണിവേഴ്സിറ്റി 6th സെമ്മിൻ്റെ വാല്യുവേഷൻ അവസാനിച്ചു. കേരള യൂണിവേഴ്സിറ്റി S6ൻ്റെ വാല്യുവേഷൻ മെയ് 12 ഇന്ന് ആരംഭിച്ചു. മെയ് ലാസ്റ്റോടുകൂടി റിസൾട്ടുകൾ പ്രതീക്ഷിക്കാം. യൂണിവേഴ്സിറ്റി 2nd സെമ്മിൻ്റെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വാല്യുവേഷന് ആരംഭിച്ചിരിക്കുന്നു. മെയ് ലാസ്റ്റിൽ റിസൾട്ട് വരും. കേരള യൂണിവേഴ്സിറ്റി 2nd സെമ്മിൻ്റെ പരീക്ഷ ഇന്ന് മെയ് 12 ആരംഭിച്ചു. റിസൾട്ട് ജൂൺ ഫസ്റ്റ് വീക്ക്, ജൂൺ ഒരു 5-6 തീയതികളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ MA എക്കണോമിക്സ്, 1ാം സെമസ്റ്റർ MA എക്കണോമിക്സ് മേഴ്സി ചാൻസ്, 2ാം സെമസ്റ്റർ MSW, 2ാം സെമസ്റ്റർ MA ബിസിനസ് എക്കണോമിക്സ് തുടങ്ങിയ റിസൾട്ടുകൾ വന്നു. വിദൂര വിദ്യാഭ്യാസം 1-2 സെമസ്റ്റർ MA മലയാളത്തിൻ്റെ റിസൾട്ട് വന്നു. സീറ്റ് ഒഴിവ്. ടൈം ടേബിൾ 8ാം സെമസ്റ്റർ BDS, 6ാം സെമസ്റ്റർ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സൂക്ഷ്മ പരിശോധന, വിദൂര വിദ്യാഭ്യാസം 3-4 സെമസ്റ്റർ BA പരീക്ഷയുടെ LLM പാഠ്യപദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. PG MTech പ്രവേശനം ലാസ്റ്റ് ഡേറ്റ് മെയ് 10 വരെ നീട്ടി. പരീക്ഷാഫലം 3ാം സെമസ്റ്റർ MSc ഫിസിക്സ് മേഴ്സി ചാൻസ്, പരീക്ഷാഫലം 3ാം സെമസ്റ്റർ BEd, അതേപോലെ 4ാം സെമസ്റ്റർ BEdൻ്റെ റിസൾട്ടും വന്നു. മെയ് 7 ആരംഭിക്കുന്ന 1-2-3 വർഷ പാർട്ട് 3 BCom ആനുവൽ സ്കീം പരീക്ഷ ടൈം ടേബിള് 2ാം സെമസ്റ്റർ FAUG-യുടെ 4 വർഷ ബിരുദ അപേക്ഷ മെയ് 10 വരെ. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ PG പ്രോഗ്രാമുകളുടെയാണ്, അതേപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാം. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ MSc കെമിസ്ട്രി ആൻഡ് കെമിസ്ട്രി പോളിമർ കെമിസ്ട്രി മേഴ്സി ചാൻസ്, 3ാം സെമസ്റ്റർ MFM, 5ാം സെമസ്റ്റർ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ റിസൾട്ടുകൾ വന്നു. 5ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റ് റിസൾട്ട് വന്നു. പരീക്ഷാ വിജ്ഞാപനം ജൂൺ 27 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ MF പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോജക്റ്റ് വൈവവോസി, 6ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റുകളുടെ സൂക്ഷ്മ പരിശോധന 3-4 സെമസ്റ്റർ MA വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ റാങ്ക് ലിസ്റ്റ്. പരീക്ഷാഫലം 5ാം സെമസ്റ്റർ എല്ലാ സബ്ജക്റ്റിൻ്റെയും റിസൾട്ടുകൾ വന്നു. പരീക്ഷാ വിജ്ഞാപനം 1ാം സെമസ്റ്റർ MCAയുടെ പ്രാക്ടിക്കൽ 6ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റിൻ്റെ ടൈം ടേബിൾ 10ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB വൈവവോസ്. പരീക്ഷാഫലം 1-2-3-4 സെമസ്റ്റർ MBA മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട്. പരീക്ഷാ വിജ്ഞാപനം, ഇൻ്റേൺഷിപ്പ് അപേക്ഷ, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഗ്രാൻഡ് തുക ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. പരീക്ഷാഫലം 4ാം സെമസ്റ്റർ LLM, 2ാം സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ്. പരീക്ഷാഫലം മറ്റേ 4 വർഷ ബിരുദ പ്രോഗ്രാം അപേക്ഷ തീയതി മെയ് 26 വരെ നീട്ടിയിട്ടുണ്ട്. പരീക്ഷാഫലം 5ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റുകളുടെ. പരീക്ഷാ വിജ്ഞാപനം MCom റൂറൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അപേക്ഷ, ടൈം ടേബിള് വിദൂര വിദ്യാഭ്യാസം 1-2 സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസും, 6ാം സെമസ്റ്റർ യൂണിറ്ററി LLBയുടെ സൂക്ഷ്മ പരിശോധന 4ാം സെമസ്റ്റർ BCom. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ MBL സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് കോഴ്സ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധന 9ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LL. യൂണിവേഴ്സിറ്റി വാർത്തകൾ. MEd പ്രവേശനത്തിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നു. PG പ്രോഗ്രാം വിവിധ പ്രോഗ്രാമുകളിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ക്യാമ്പസിലെ ഫസ്റ്റ് സെമസ്റ്റർ വിവിധ സബ്ജക്റ്റുകളുടെ റിസൾട്ട് വന്നു. 6ാം സെമസ്റ്റർ പ്രാക്ടിക്കൽ ഡേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 2ാം സെമസ്റ്റർ PGയുടെ മേഴ്സി ചാൻസ് സപ്ലിമെൻ്ററി പരീക്ഷകൾ, 1ാം സെമസ്റ്റർ UG പ്രൈവറ്റിൻ്റെ പരീക്ഷ രജിസ്ട്രേഷന്, റാങ്ക് ലിസ്റ്റ് പല സബ്ജക്റ്റിൻ്റെയും വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ MTTM റിസൾട്ട്, 4ാം സെമസ്റ്റർ MBA
രണ്ടാം സെമസ്റ്റർ BPEd ടൈം ടേബിള്. ഒന്നാം സെമസ്റ്റർ MSc സൈബർ ഫോറൻസിക് റിസൾട്ട്. ഒന്നാം സെമസ്റ്റർ PG വിവിധ സബ്ജക്റ്റിൻ്റെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. വൈവ OC 4ാം സെമസ്റ്റർ LLM. പരീക്ഷാ തീയതി ഒന്നാം സെമസ്റ്റർ BA BCom പ്രൈവറ്റ് രജിസ്ട്രേഷൻ മെയ് 21 മുതൽ പരീക്ഷ ആരംഭിക്കും. വിവിധ സബ്ജക്റ്റുകൾ. CV ക്യാമ്പ് 4 സെമസ്റ്റർ PGയുടെ 5ാം സെമസ്റ്റർ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് BA LLB BBA LLB BCom LLBയുടെ ഫീ നോട്ടിഫിക്കേഷന്. ക്യാമ്പസിലെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് സെമസ്റ്റർ PG പല സബ്ജക്റ്റിൻ്റെ, സെക്കൻഡ് സെമസ്റ്റർ BEdൻ്റെ. പ്രാക്ടിക്കൽ 7ാം സെമസ്റ്റർ IMCA, 2ാം സെമസ്റ്റർ ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ വിവിധ സബ്ജക്റ്റ്. പരീക്ഷാ തീയതി 2ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് MSc ബേസിക് സയൻസ് തുടങ്ങിയ കാര്യങ്ങൾ. 2ാം സെമസ്റ്റർ BEdൻ്റെ ടൈം ടേബിള്. പരീക്ഷാഫലം 1ാം സെമസ്റ്റർ PGയുടെയാണ്. റാങ്ക് ലിസ്റ്റ് വിവിധ സബ്ജക്റ്റിൻ്റെ വന്നിട്ടുണ്ട്. ഒന്നാം സെമസ്റ്റർ PG റിസൾട്ടുകൾ. 3ാം സെമസ്റ്റർ PG സ്പെഷ്യൽ സപ്ലി പരീക്ഷ ആദ്യമായിട്ട് തുടങ്ങിയാണ്. 3rd സെമസ്റ്റർ PGയുടെ ടൈം ടേബിൾ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. മെയ് 19 മുതൽ പരീക്ഷ ആരംഭിക്കും. 28ാം തീയതി അവസാനിക്കും. 3rd സെമസ്റ്റർ സ്പെഷ്യൽ സപ്ലി. നേരത്തെ 5th സെമസ്റ്റർ ഡിഗ്രിക്ക് സ്പെഷ്യൽ സപ്ലി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം PGക്ക് 3rd സെമസ്റ്ററിന് സ്പെഷ്യൽ സപ്ലി ആരംഭിച്ചിട്ടുണ്ട്. 3rd സെമ്മിൽ ഫെയിലായവർക്ക് ഒരു വർഷം പോകാതിരിക്കാൻ വേണ്ടിയാണ്. 5th സെമ്മിൽ അതുപോലെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു. PhD കോഴ്സ് വർക്ക് ഡിജിറ്റൽ ലിറ്റററി ക്ലാസ്സുകൾ മെയ് 19 മുതൽ 23 വരെ 2 ബാച്ചുകളായിട്ട് നടക്കുന്നു. അപ്പോൾ ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.